എക്സ്പെരിമെൻ്റിൻ്റെ പേര് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. ഇതിൽ ടേബിൾ ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റി മാറ്റി കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമുക്ക് DSO കിട്ടും. അതുപോലെ തിയറട്ടിക്കൽ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കും. ഇത് രണ്ടും ഏകദേശം ഈക്വൽ ആവണം. അതാണ് എക്സ്പെരിമെൻറ്റിൽ ചെയ്യാനുള്ളത്. ഇതാണ് സർക്യൂട്ടിൻ്റെ കണക്ഷൻ വരുന്നത്. ഇതിൽ ഈ RIയുടെ വാല്യൂ കണ്ടില്ലേ 1 കിലോ, ഇതിൻ്റെ ഡബിൾ വാല്യൂ ആണ് ഇവിടുത്തെ RF ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതായത് 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 എടുക്കണം. നമ്മളുടെ ഇവിടെ 2 കിലോ ഓം ഇല്ലാത്ത കാരണം നമ്മൾ 1 കിലോ ഓമിൻ്റെ 2 എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു വാല്യൂ എടുക്കുന്നത്. പിന്നെ ഇതിൽ മാറ്റുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ 1.5ൻ്റെയും അതുപോലെ ഇവിടുത്തെ 1.5ൻ്റെയാണ്. ഇത് രണ്ടും സെയിം വാല്യൂ എടുക്കണം. ഇതുമാണ് നമ്മളിവിടെ മാറ്റുന്നത്. പിന്നെ കപ്പാസിറ്ററിൻ്റെ വാല്യൂസ് തന്നെ 0.1 UF 0.1. ഇതാണ് നമ്മുടെ ഒപ്പാമിൻ്റെ ഇവിടുത്തെ സൈൻ കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 1 2 3 4 5 6 7 8 അങ്ങനെയാണ് ഇതിൻ്റെ നമ്പറിങ് വരുന്നത്. ഇനി നമ്മുടെ ഇനി 2 നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ട്. 2 എന്നുള്ള പോയിന്റിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ ആണ് 1K വരണത്. ഇതാണ് 1K. അതായത് ഈ എന്താണ് ഇനി എന്താണ് 2 എന്നുള്ള പോയിന്റിൽ നിന്ന് തന്നെ ഇവിടെ പറഞ്ഞില്ല 1Kയുടെ ഡബിൾ ആയിട്ടുള്ളത് ഒന്ന് കണക്ട് ചെയ്യണമെന്ന്, അതായത് 2K. അപ്പോൾ അത് നമ്മളെ അടുത്ത് ഇല്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്തു, 2 എണ്ണത്തിൻ്റെ സീരീസ് ആയിട്ട് 2 1Kനെ സീരീസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേർഡ് പോയിന്റ് എടുക്കാം. തേർഡ് പോയിന്റിൽ നിന്ന് ഒരു കപ്പാസിറ്റർ ഗ്രൗണ്ടിലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാരി ചെയ്തിരുന്ന റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അതാണ് ഇതും അത് രണ്ടും പോണത് 3 എന്ന് പറയുന്ന ഇതെന്നാണ്. ഒന്ന് നേരെ ഗ്രൗണ്ടിലേക്കും പോകുന്നുണ്ട്, ഒന്ന് ഒരു കപ്പാസിറ്ററിൻ്റെ അടുത്തേക്കാണ് പോണത്. ഇനി 6 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു കോമൺ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ കപ്പാസിറ്ററിൻ്റെ അടുത്തേക്ക്. അത് നമ്മളിവിടെ കൊടുത്തു. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു റെസിസ്റ്റൻസ് പോകുന്നുണ്ട്. അതായത് ഈ നേരത്തെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ 1K അതിൽ ഒരു 1Kയുടെ ഇൻറ്റ് വരേണ്ടത് ഈ 6ക്കാണ്. 6 കപ്പാസിറ്റർ അതുപോലെ ആ 1K ഇത് മൂന്നും ഒരേ ജംഗ്ഷനിലേക്കാണ് വരുന്നത്. ഇനി അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫംഗ്ഷൻ ജനറേറ്ററിനല്ല DSO എന്നുള്ള ഒരു DSOയുടെ റെഡ് കൊടുക്കുന്നത് അങ്ങോട്ടാണ്. ഇനി ബാറ്ററിയുടെ പോസിറ്റീവ് ഉണ്ടല്ലോ അത് നമ്മൾ 7 എന്ന് പറയുന്ന ഇൻപുട്ടുക്കും കൊടുക്കണം. അതുപോലെ നെഗറ്റീവ് നമ്മൾ 4ക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് രണ്ടിനും കൂട്ട് ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്കും കൊടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ വരുന്നത്.